എനിക്ക് വേണ്ടി വിരിഞ്ഞൊരു വെളുത്ത പനിനീർ പുഷ്പം. അതിലെ ഓരോ ഇതളിലും നിറഞ്ഞു നിന്നിരുന്ന പരിമളമാണ് മാലിന്യത്തിലകപ്പെട്ടു പോയിരുന്ന എന്നിലെ ഗന്ധത്തെ സുഗന്ധപൂരിതമാക്കിയത്. ആ സുഗന്ധവലയത്തിനുള്ളിലാണ് എനിക്കൊരു ഊഷ്മളമായ ലോകമുള്ളത്. ഈ ഊഷ്മളമായ ലോകത്തിലെത്തിപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചു തുടങ്ങിയത്, ജീവിതം മനോഹരമാണെന്ന് തിരിച്ചറിഞ്ഞത്. ആ മനോഹാരിത എനിക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. എന്നിൽ അസ്തമിച്ചു പോയ, ഇനി ഒരിക്കലും ഉദയം കാണില്ലെന്ന് കരുതിയിരുന്ന കുഞ്ഞു കുഞ്ഞു കഴിവുകളെ പൊടിയും മാറാലയും തട്ടി പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ജ്വലിക്കുന്ന സൂര്യനെ പോലെ എന്നിലെ ചെറിയ കഴിവുകൾക്കും ഉദയമുണ്ടെന്നും അസ്തമയം എന്നത് ജീവിതചക്രം തിരിഞ്ഞപ്പോൾ സംഭവിച്ച വെറുമൊരു പ്രതിഭാസം മാത്രമാണെന്നും ഇനിയും എത്രയോ ഉദയങ്ങൾ എനിക്ക് മുമ്പിലുണ്ടെന്നും കാട്ടിത്തന്നത് ഈ വെളുത്ത പനിനീർപ്പൂവല്ലാതെ മറ്റാരാണ്? അതെ, ഇത് ശത്തൻ്റെ കഥ. കുഞ്ഞാറ്റ എന്ന കുഞ്ചു. ശക്തനായ കഥ, ശക്തരിൽ ശക്തനായ കഥ. കഥ ഇച്ചിരി താമസിച്ചേ, ഇച്ചിരി ബിസി ആയിരുന്നേ, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ ആശുപത്രിയിലെ കഥയല്ലേ പറഞ്ഞു വന്നേ. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് നേരമില്ലായിരുന്നേ. ഓരോ ദിവസവും ഓരോ പരുക്കുമായിട്ട് കുഞ്ഞുഞ്ഞ് വരും. മരുന്ന് തേടി ഞാൻ ചെല്ലും ആശുപത്രിയിൽ. എന്നെ കാണുമ്പോഴേ ഡോക്ടർ ചിരിക്കും. ഡോക്ടറെ കാണാൻ ക്യൂവിൽ ഞാൻ നിൽക്കുവാണെങ്കിൽ ഡോക്ടർ ചോദിക്കും, ഇന്ന് എന്താണോ അവൻ ഒപ്പിച്ചത്, എമർജൻസി ആണോ, ക്യൂ നിൽക്കേണ്ട, അഞ്ഞു പോരെന്ന് പറയും. അങ്ങനെ ഡോക്ടർ പറയാനൊരു കാരണമുണ്ട്. ഒരിക്കലും ഞാൻ വീട്ടിൽ ഇരുന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇയാൾ എൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കും. ഞാൻ മത്തിയുടെ തലയൊക്കെ കൊടുക്കും. അന്ന് പച്ചയ്ക്കൊക്കെ കൊടുക്കും. അന്ന് എനിക്കറിയത്തൊന്നുമില്ല കേട്ടോ. കുഞ്ഞു പക്ഷേ പാത്രത്തിലൊന്നും തലയെടുത്തില്ല. മീൻ വെട്ടിയിട്ട് ഞാൻ കത്രിക താഴെ വെച്ച് എണ്ണീറ്റ് വെട്ടിയ മീൻ കഴുകാൻ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. പുറകിൽ കൈന്നൊരു കരച്ചിൽ. ഞാൻ തിരിഞ്ഞു നോക്കി. താഴെ കിടന്ന കത്രികയിൽ ഇയാൾ നക്കിയതാ. നാക്ക് അതിനിടയ്ക്ക് കയറിപ്പോയി. ഇവൻ ചവിട്ടി പിടിച്ച് കത്രികയിൽ നിന്ന് നാക്ക് ഊരിയെടുത്തതാവും. നാക്ക് മുറിഞ്ഞ് ചോര ഒഴുകാൻ തുടങ്ങി. ഞാനങ്ങ് ഭയന്നു. ചോര നിൽക്കുന്നില്ല. രാവിലെ 11 മണി, നല്ല വെയിലുള്ള സമയം. എനിക്ക് ശബ്ദം പോലും തൊണ്ടക്കുഴിയിൽ നിന്ന് വരുന്നില്ല. എൻ്റെ കരച്ചിൽ കണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി അവർ ഓട്ടോ വിളിച്ച് തന്നത്. ഇട്ടിരുന്ന ഡ്രസ്സോട് ചെരുപ്പ് പോലും ഇടാതെ ഞാൻ ഇതിനെ കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ഡോക്ടറെ കാണാൻ നീണ്ട ക്യൂ. ഞാനൊന്നും നോക്കിയില്ല. കരഞ്ഞു കൂവി ഡോക്ടറുടെ ക്യാബിനിൽ ചെന്ന് കയറി. ഡോക്ടറെ വേഗം വാ, എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞ്. എന്താണ് സംഭവമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു വിധത്തിൽ കാര്യം പറഞ്ഞു. ഉടനെ ഡോക്ടർ ചോദിക്കുക, അബദ്ധം പറ്റിയതാണോ അതോ മനഃപൂർവ്വം അവൻ്റെ നാക്ക് മുറിച്ചതാണോന്ന്. ആനിമൽ അബ്യൂസ് അല്ലേന്ന്. എനിക്കെൻ്റെ ദേഷ്യമെന്ന്. ആകെ പേടിച്ചിരണ്ട ഞാൻ അവിടെ ചെന്ന് കയറിയത്. അതിൻ്റെ ഇടയിൽ അങ്ങയുടെ ഒരു കൊണഷ്ട ചോദ്യം കൂടെ. മനഃപൂർവ്വം ഉപദ്രവിച്ചതാണ് ഡോക്ടറെ കാണാൻ കൊണ്ടുവരുമെന്ന് ചോദിച്ചു ഞാൻ. ഡോക്ടർ ഇങ്ങോട്ട് വന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാം, പിന്നെ കാര്യം പറയാമെന്ന് പറഞ്ഞു. എൻ്റെ വെപ്രാളവും പരവേശം കണ്ട് ഡോക്ടർ വന്ന് നോക്കി. ബ്ലഡ് നീക്കാൻ ഇഞ്ചക്ഷൻ എടുത്തു. പേടിക്കാനൊന്നുമില്ലടോ, നാക്കായതുകൊണ്ട് എത്രയും ബ്ലഡ് പോയത്. ചെറിയൊരു പോറലേ ഉള്ളൂ. താനീ നിലവിളിക്കാനും മാത്രം ഒന്നുമില്ല. മരുന്നൊന്നും വേണ്ട, അങ്ങ് കരിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ സമാധാനിപ്പിച്ച് വിട്ടു. 1 മാസം തികഞ്ഞില്ല. അതിന് മുമ്പേ ഞാൻ വീണ്ടും ചെന്നു. അയ്യോ ഡോക്ടറെ, എൻ്റെ കുഞ്ഞിൻ്റെ കാല് വീടിൻ്റെ മുകളിൽ നിലത്ത് ചാടിയതാണ്. ഒരു കാല് നിലത്ത് കുത്തുന്നില്ല. എമർജൻസിയാ, ഓടി വാന്ന് പറഞ്ഞു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, സാരമില്ല, ഒടുവും ചതവൊന്നുമില്ല, ചെറിയൊരു ഉളുക്ക്, നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് പിന്നെ എപ്പോൾ എന്നെ കണ്ടാലും ഡോക്ടർ പറയും, ഇനി പോരെ, ക്യൂ നിൽക്കേണ്ട, എമർജൻസി ആണല്ലോ. ഇന്നെന്താ അവൻ ഒപ്പിച്ചത്? അന്ന് പന്തളത്ത് അനസ് ഡോക്ടറാണ്. സത്യം പറഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ ചിരിയും സംസാരവും കേട്ടാൽ തന്നെ നമ്മുടെ പാതി ടെൻഷൻ ഇല്ലാതാവും. ഡോക്ടറിന് കിട്ടുന്ന സാമ്പിൾ മരുന്നൊക്കെ എനിക്ക് തന്നുവിടും. അതെന്തിനാന്നോ? എന്നും ചെന്നാൽ പരാതിയാണ്. ഡോക്ടറെ, അവന് വണ്ണം വെക്കാൻ മരുന്നതാന്ന് പറഞ്ഞു. അവനാകെ മെലിഞ്ഞതാണ് ഡോക്ടറെ. അപ്പോൾ ഡോക്ടർ പറയട്ടോ, അവൻ്റെ ശരീരപ്രകൃതി അങ്ങനെയാണ്. അവൻ രാജപാളയം ക്രോസാണ്. അവൻ ഇത്തിരി കുസൃതിയും കൂടുതലാണ്. ശരിക്കും പറഞ്ഞ ആളൊരു താൻ തോന്നിയാണ്. അവൻ ഇതിൽ കൂടുതലൊന്നും വണ്ണം വെക്കത്തില്ല. ഇനി തനിക്ക് വണ്ണം വെപ്പിച്ചേ മതിയാകുമെന്നാണെങ്കിൽ അവനെ സ്റ്റെറിലൈസ് ചെയ്യും. അപ്പോൾ അവൻ വണ്ണം വെക്കും. അങ്ങനെ ഡോക്ടർക്ക് ഞാനൊരു സൗകര്യവും കൊടുത്തിട്ടില്ല. ആഴ്ചയിൽ 1-2 തവണ വീതം കയറി ചെല്ലും. അനസ് ഡോക്ടർ അവിടുന്ന് പോയതോടുകൂടി ഇപ്പോൾ പിന്നെ ഞാൻ കുളനടയിലെ റോഷൻ ഡോക്ടറെയാണ് ശല്യം ചെയ്യുന്നത്. റോഷൻ ഡോക്ടർ ആളൊരു പാവമാകട്ടോ. പതിയെ പതിയെ കുഞ്ഞിക്കാലൊക്കെ അല്പം നീളം വെച്ചു. കുഞ്ഞിരിപ്പല്ലുകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. പുതിയത് കിളിർത്തു. സൂചി പോലെ 4 കുഞ്ഞി തേറ്റപ്പല്ലുകൾ ഉണ്ടായിരുന്നത് പൊഴിഞ്ഞിട്ട് ഹെമണ്ടൻ 4 എണ്ണം വന്ന്. സുണ്ടി ഒരല്പം താഴ്ത്തിയുള്ള പനിനീർ തളിക്കലൊക്കെ അങ്ങ് നിർത്തിയിട്ട് ഒരല്പം ഗമയിൽ ഒരു കാല് പൊക്കി പനിനീർ തളിച്ചു തുടങ്ങി. പിന്നെ സ്വഭാവങ്ങളൊക്കെ മാറിത്തുടങ്ങി. റോഡിലൂടെ പോകുന്ന പട്ടിയെയും പൂച്ചയും എല്ലാം ഓടിക്കാൻ തുടങ്ങി. കാക്കാക്കിയിലെ കയ്യും കോയും മാത്രം പറഞ്ഞ് നടന്നവന് കുരയ്ക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ഓടിയതൊന്നും ഓട്ടമായിരുന്നില്ല. പിന്നെയാണ് എൻ്റെ മാരത്തൺ തുടങ്ങിയത്. ഇവിടെ ഈ ഹാളിൽ ഇങ്ങനെ റോഡിലേക്ക് നോക്കി കിടക്കും. ഏതെങ്കിലും പാവത്തുങ്ങൾ അതുവഴി പോകുന്ന കണ്ടാൽ വെച്ച് പിടിക്കും 100-110. ഞാൻ പിന്നെ മറ്റൊരു PT ഉഷയാകാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു.
ഒരു തവണ ഞാൻ ഓടി ചെല്ലുമ്പോൾ റോഡിൽ ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് അവരെ വെല്ലുവിളിക്കുന്നു. 7 or 8 ഡോഗ്സ് ഉണ്ട്. എനിക്കൊരു ഭയമുണ്ടായിരുന്നു അതിനിടയിൽ ചെന്ന് കയറാൻ. പക്ഷേ ആ കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന എൻ്റെ കുഞ്ഞാണല്ലോ, ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. അവരെ വെല്ലുവിളിച്ച് നിൽക്കുക. 4 സൈഡിൽ നിന്നും എല്ലാവരും കൂടി ഒരു പിടി പിടിച്ചാൽ തീർന്നു കഥ. ഒന്നും നോക്കിയില്ല, ഞാൻ അവരുടെ നടുക്കോട്ട് ചെന്നങ്ങ് കയറി. കയ്യിലൊരു വടി പോലുമില്ല. എൻ്റെ കുഞ്ഞിനെ തൊട്ടാൽ എല്ലാത്തിനും ശരിയാക്കി കളയുമെന്നൊരു ഭീഷണിയും കൊടുത്തിട്ട് ഈ ജോത്താവിനെ വാരിയെടുത്ത് എൻ്റെ തോളത്തിട്ട്. ഒരെണ്ണം എന്നെ ഒന്നും ചെയ്തില്ല. പക്ഷേ എടുത്തുകൊണ്ട് പോരുമ്പോഴും ജോത്താവ് എൻ്റെ കൈ കിടന്ന കൊതറുവാ, ഇറക്കി വിടാൻ വെച്ച് ഇപ്പം ശരിയാക്കിയിട്ട് വരാമെന്ന്. പിന്നൊരു ദിവസം ഏതോ ഒരു പെണ്ണിൻ്റെ പുറകെ ഓടി, ഞാനും പുറകെ. റോഡിലിറങ്ങി നോക്കുമ്പോൾ അപ്പുറത്തെ വഴിയിലേക്ക് കയറിപ്പോന്നു ഇയാൾ. ഞാനും പുറകെ നടന്നു. റോഡിൽ നിന്ന് ആ വഴിയിലേക്ക് ഞാൻ കയറാൻ തുടങ്ങുമ്പോഴാണ് 7up ഒരു ബോട്ടിൽ നിറയെ വെള്ളമായിട്ട് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റത്ത് വന്ന് വീണത്. എറിഞ്ഞത് ആരാണെന്ന് നോക്കിയപ്പോൾ ഒരമ്മച്ചിയാണ്, അപ്പുറത്തെ വീട്ടിലെയാ. വയസ്സ് 10-70 ഈ കുഞ്ഞ് അവരുടെ വീട്ടിലോട്ട് നോക്കിയിട്ട് പോലുമില്ല. ആ വഴിയിലൂടെ വന്ന് നടന്നു പോകുക. തൊട്ട് പുറകെ ഞാനും ഉണ്ട്. ഇതിനെ ഇവിടെ വളർത്തുന്നതാണെന്ന് അവർക്കറിയാം. എന്നിട്ടും അവർ ഉപദ്രവിച്ചു. എറിഞ്ഞു കഴിഞ്ഞ് നോക്കിയത് എൻ്റെ മുഖത്തേക്കാണ്. എന്നിട്ടൊരു വളിച്ച ചിരി. ഞാനൊന്നും നോക്കിയതേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ല. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവർ പോലും നമുക്കൊപ്പം നിൽക്കത്തില്ല. അത് മാത്രമല്ല, വല്ല വിഷം പുരട്ടി ഇറച്ചിയും ഇതിൻ്റെ മുമ്പിലിട്ട് പക തീർക്കാൻ നോക്കിയാൽ ആർക്ക് പോയി? അതുകൊണ്ട് ഒരക്ഷരം മിണ്ടാതെ ഞാൻ എൻ്റെ കുഞ്ഞിനെയും എടുത്തിഞ്ഞു പോരുന്നു. ഏറ് കിട്ടിയപ്പോഴേ അവൻ കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് ഓടി വന്നായിരുന്നു. അന്ന് മുതലാണ് ഇവനെ ഇനി കെട്ടിയിടണമെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. പിന്നെ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇവനെ ആട്ടിയിറക്കുന്നത് കണ്ടു. ഈ തൊട്ടടുത്ത് കാണുന്ന വീട് നമ്മുടെ കുടുംബ വീട്. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ് താമസം. അനിയൻ്റേതാണ്. പുള്ളിയും എറണാകുളത്താണ്. ഓണത്തിനോ വിഷുവിനോ ഒക്കെ അവധിയുള്ളപ്പോൾ മാത്രം വന്നു പോകും. പിന്നെ അവിടെ അച്ഛനും അമ്മയും തന്നെ ഉള്ളൂ. അവിടെ ഇവിടെയും നമ്മുടെ സ്വന്തം എന്ന പോലെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു ശത്തന്. വന്ന നാൾ തൊട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ കഴിച്ചിട്ട് ബാക്കി വരുന്ന മീനിൻ്റെ മുള്ളും ഒക്കെ എടുത്ത് മുത്തശ്ശൻ വിളിക്കും ഇയാൾ ഓടിപ്പോയി അത് കഴിക്കും. അതൊരു പതിവായതുകൊണ്ട് ഇവൻ ആ സമയമാകുമ്പോൾ അവിടെ പോകും. ഒരു ദിവസം ഞാൻ ഇവനെ തിരക്കി ചെല്ലുമ്പോൾ കാണുന്നത് ചൂലെടുത്ത് ഇവനെ അടിച്ചിറക്കുന്നതാണ്. അപ്പുറത്തെ അമ്മയാണേ. കയ്യിലൊരു പിടി പച്ചച്ചോറുമുണ്ട്. അത് കൊണ്ടുവന്ന് ആ കാർ പോർച്ചിലൊക്കെ എറിഞ്ഞിട്ട് പോകുമെന്നും പറഞ്ഞ് എന്നെ ചൂലുകൊണ്ട് തള്ളി ഇറക്കുന്നു. എന്നിട്ട് ഡോറടയ്ക്കുന്നു. കണ്ടപ്പോൾ എൻ്റെ ചങ്ക് പറഞ്ഞു പോയി. എൻ്റെ കുഞ്ഞ് ആഹാരം കാണാതെ കിടക്കുകയൊന്നുമല്ല. അവരായിട്ടുണ്ടാക്കിയെടുത്തൊരു ശീലമായിരുന്നത്. നല്ല ചോറുമല്ല കൊടുക്കുന്നത്, തിന്നതിൻ്റെ ബാക്കി മീൻമുള്ളും എച്ചിലും ഒക്കെയാണ്. എന്നിട്ടും ആ പതിവിന് എൻ്റെ കുഞ്ഞ് പോയി നോക്കി നിന്നതാണ്. എൻ്റെ പൊന്നിനെ അടിച്ചിറക്കുന്നത് കണ്ട് എനിക്കുണ്ടായൊരു സങ്കടം. കോഴിക്ക് വിതറിയിട്ട് കൊടുക്കും പോലെ ഒരു പിടി ചോറ് ആ കാർ പോർച്ചിൽ ചെതറിക്കിടക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ടിഞ്ഞ് പോരുന്നു. അതിൽ പിന്നെ ഞാൻ ആ വീടിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ പൊന്നിനെ പോകാൻ അനുവദിച്ചിട്ടില്ല. ഇപ്പോഴും അതുവഴി നടക്കാൻ പോകുമ്പോൾ അവൻ പ്രതീക്ഷയോടെ ആ വീടിനകത്തേക്ക് നോക്കും. ഒന്ന് കയറിയാൽ കൊള്ളാമെന്നുണ്ട്. അന്നുണ്ടായ വിഷമം അതേ അളവിൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഞാൻ അന്ന് തന്നെ പോയൊരു കുഞ്ഞ് ചങ്ങലയും ബെൽറ്റും വാങ്ങി. അതുവരെ കഴുത്തിലൊരു കോളർ പോലും ഇല്ലാതെ നടക്കുമായിരുന്നു. അന്ന് 4 മണിയോടുകൂടി ശത്തന് പൂട്ട് വീണു. അതിഭയങ്കര ബഹളവും കരച്ചിലും ഒക്കെ നടത്തി. കഷ്ടം തോന്നി ഞാൻ ഓരോ മണിക്കൂർ ഇടവിട്ട് നടക്കാൻ കൊണ്ടുപോയി. അപ്പുറത്തെ വീടിൻ്റെ ഡോർ അടഞ്ഞു കിടക്കുന്ന സമയങ്ങളിൽ മാത്രം, അത് വെളുപ്പിനെ ഉച്ച കഴിഞ്ഞുമൊക്കെ, ആ സമയങ്ങളിൽ മാത്രം അല്പനേരം അഴിച്ചു വിടും. പതുക്കെ 2-3 മണിക്കൂർ ഇടവേളകളിൽ നടക്കാൻ കൊണ്ടുപോയി. അങ്ങനെ നടക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് ചില ആളുകളുടെ പരിഹാസം. ഈ പട്ടിയേയും കൊണ്ട് നടക്കുന്ന നേരം ഒരു മുളകിൻ്റെ തൈയെങ്കിലും വെച്ച് പിടിപ്പിച്ചാൽ മുളക് പറിക്കരുതെന്ന്. ഇതിനെയും കൊണ്ട് നടന്നിട്ട് എന്തോ കിട്ടാനാ? ആടിനെയും പശുവിനെയും ഒക്കെ ഇതുപോലെ കൊണ്ട് നടന്ന് പുല്ല് തീറ്റിച്ചിരുന്നെങ്കിൽ വരുമാനമായേനെ. പക്ഷേ അങ്ങനെയൊക്കെ പലരും പലതും പറഞ്ഞെങ്കിലും ഞാനതൊന്നും വകവെക്കാൻ പോയില്ല. കാരണം ഈ നാട്ടിൽ ഒരാളിൻ്റെയും വീട്ടിൽ നിന്നൊരു മുളകിനോ ഉപ്പിനോ എന്തിനൊരു കറിവേപ്പില പോലും ചോദിച്ച് ഞാൻ പോയിട്ടില്ല. ഒരു 10 രൂപ കടം ചോദിച്ച് ആരുടെ മുമ്പിൽ കൈനീട്ടി നിന്നിട്ടില്ല. എന്ന് വെച്ച് ഞാനെല്ലാം തികഞ്ഞതാണെന്നല്ല. ഉപ്പില്ലെങ്കിൽ ഉപ്പില്ലാതെ വയ്ക്കും. കഞ്ഞിയും മുളക് ചമ്മന്തിയും മാത്രമുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോഴൊന്നും ഒരു നാട്ടുകാരോട് ഒന്നും ചോദിച്ച് ചെന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവർ പറയുന്നത് കേൾക്കുന്നത്? എൻ്റെ കുഞ്ഞിനെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൊണ്ടു നടക്കും. റോഡിലൂടെ നടക്കാൻ നാട്ടുകാരുടെ അനുമതി വേണോ? പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ. നാളെ ഒരിക്കൽ അവർ തന്നെ തിരുത്തി പറയും, ശത്തനായിരുന്നു എൻ്റെ ഭാഗ്യമെന്ന്. ശത്തനെ കൊണ്ട് നടക്കുന്നതിൽ എനിക്കൊരു നാണക്കേടും തോന്നിയിട്ടില്ല. അവൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ അവനെ ഞാൻ നടക്കാൻ കൊണ്ടുപോയി. പതിയെ ഞാനത് 3 നേരമാക്കി കുറച്ചു. ഇപ്പോഴത് 2 നേരവുമായി. അങ്ങനെ രാവിലെ വൈകിട്ട് മാത്രമാക്കി നടത്താം. അപ്പോഴും ഈ പറച്ചിലുകാർക്കൊരു പഞ്ഞവുമില്ല. പിന്നത്തെ കുറ്റം, രാവിലെ പട്ടിയെ കണി കാണുന്നു. പട്ടി കാലനാണ്. കണി കണ്ടാൽ മരണം സംഭവിക്കും. ഇവനെ ശകുനം കണ്ടുകൊണ്ട് പോയ ഒരാളെ വണ്ടി ഇടിക്കേണ്ടതായിരുന്നു. ഇനി ശകുനവുമായിട്ട് പട്ടിയും കൊണ്ട് മുമ്പിൽ വരരുത് എന്നൊക്കെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വെളുപ്പിനെ 5:30 നടക്കാൻ പോകുന്നത്. ആർക്കും കണിയും കാണിക്കണ്ട, ശകുനവും ആവണ്ടെന്ന് കരുതി. ഇത്രയൊക്കെ ആയിട്ടും അടുത്ത കുറ്റം അവനെ അപ്പി ഇടിക്കാൻ റോഡിൽ കൊണ്ടുപോകുന്നെന്ന്.
അവൻ ഈ മാവിൻ്റെ ചുവട്ടിലല്ലാതെ മറ്റൊരിടത്തും അപ്പിയിടാൻ പോകത്തില്ല. വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഇതിനെ വളർത്തുന്നതിൻ്റെ പേരിൽ ഒരു 100 കുറ്റം കേട്ടിരിക്കുന്നു. പലരും ശത്രുത കാണിച്ച് മിണ്ടായിരിക്കുന്നു. എനിക്ക് ഗ്രാസ് അല്ല പിന്നെ. അല്പം താമസിച്ചാലും കഥയുണ്ടാവും കേട്ടോ. കഥ തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി അങ്ങോട്ടാണ് കഥയുടെ ഗതി മാറാൻ പോകുന്നത്.